ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നെന്ന് വെച്ചെങ്കിൽ ഞാൻ ഞണ്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ടേനി. പിന്നെ എന്ന് വെച്ചെങ്കിൽ തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര വലിയ ഞണ്ടേനിത്. 3 ഞണ്ടാണ് ആകെ ഉള്ളത്, പക്ഷേ അത്യാവശ്യം ഉണ്ടേനി കുറേ. പിന്നെയെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ വലിയ ഞണ്ടാകുമ്പം അതിൻ്റെ ആ നെഞ്ചും ഭാഗമല്ലേ, അതായത് അതിൻ്റെ ആ ബോഡി നിന്നാൽ നല്ല രസം കുറേ ഉണ്ടാവും സാധനം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കണ്ട പോലെ ഉള്ളിയും തക്കാളി എന്തായാലും വേണം. പിന്നെ 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച്, എന്നിട്ട് എന്താക്കി നമ്മൾ ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് അതിലേക്കൊരു നോൺ സ്റ്റിക്ക് വെച്ചു. ഞാൻ എന്താ പറയുക, എങ്ങനെ വെച്ചിട്ടുണ്ട് ക്യാമറ സെറ്റ് ആവണില്ല, കാരണം അടുപ്പുള്ള എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കുമ്പോൾ അപ്പോൾ അത് കാണിക്കാനും വേണ്ടി എൻ്റെ തല പുറത്തേക്ക് പോകണമുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞു നിന്നിട്ടൊക്കെ ചെയ്യണം. എന്താണെന്നറിയില്ല, ഈ പാരമ്പര്യമായി കിട്ടിയ ഹൈറ്റാണ്, അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യാനാ, കിട്ടിപ്പോയി. അപ്പോൾ പിന്നെ എന്താ ചെയ്യാനാ, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉള്ളിട്ട് നമ്മളെന്താക്കി, എണ്ണ ഒഴിച്ച് ചൂടായി, ഉള്ളിട്ട് പച്ചമുളകിട്ട് തക്കാളി ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട്, എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിന് ബാക്കിയുള്ള മസാലകൾ ചേർക്കണം. വലിയ കൂടുതൽ മസാലകളൊന്നുമില്ല. എന്താ പറയുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഗരം മസാല ഉണ്ടായി, ഞാൻ പൊടിച്ച് വെച്ച് തീർന്നു പോയി, ഞാൻ പൊടിക്കലായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, ഗ്രാമ്പും പട്ടയും ഇടുന്നുണ്ട്, അത് ഇതിൽ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് നേരത്തെ പറയാം കേട്ടോ, അത് 1-2 എണ്ണം ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഞണ്ടിടുക. ഞണ്ട് നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് ഇളക്കി. ഞാൻ സ്പീഡിലാക്കി വെച്ചാണ്, കാരണം അധികം ലെങ്ത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ എനിക്ക് കളറ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട്, എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സംഭവം മൂടി വെച്ചു. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ച് വെള്ളമൊക്കെ വറ്റി നല്ല പേസ്റ്റ് പരുവത്തിലായി മസാല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് കഴിച്ച്, ഞാൻ ചോറിൻ്റെ കൂടെ എല്ലാം സെപ്പറേറ്റ് കഴിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു എനിക്ക്. പെട്ടെന്ന് എനിക്ക് അധികം എരിവ് പറ്റില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം എരിവ് വേണം. പിന്നെ ഇത് തിന്നാൻ കുറേ ടൈം എടുത്ത്, അറിയാമല്ലോ ഞണ്ടാണ്, കടിച്ചു പൊട്ടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ തിന്നതാണ്, ഇത്ര സ്പീഡിലാക്കി വെച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി രസീനി. ഓക്കെ, ബായ്.